നമ്മുടെ പോർഷൻ ട്രാക്കറിനകത്ത് പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. 24.7 പുതിയ വേർഷൻ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഏത് ഫോണിലാണോ നമ്മൾ പോർഷൻ ട്രാക്കർ ഉപയോഗിക്കുന്നത് ആ ഫോണിലാണ് നമ്മൾ ഗൂഗിൾ പ്ലേ സ്റ്റോർ വഴി കയറി അവിടെ പോർഷൻ ട്രാക്കർ ഒന്ന് എൻ്റർ ചെയ്ത് ആ ഭാഗത്ത് കാണുന്ന അപ്ഡേറ്റ് എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ടാവണം നമ്മളുടെ ഈ പുതിയ വേർഷനിലേക്ക് മാറേണ്ടത്. അപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം നമുക്ക് പെട്ടെന്നൊരു അപ്ഡേഷൻ ആവശ്യമായിട്ട് വന്നു. അത് പുറകിലോട്ട് പോകുന്നൊരു സാഹചര്യമായിരുന്നു. അതായത് 24.3 തന്നെ നമ്മൾ തിരിച്ചു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. കാരണം 24.5 എന്ന വേർഷനിലാണ് കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ആ 24.5 വന്നതിന് ശേഷം വീണ്ടും ഒരു അപ്ഡേഷൻ വന്നു. ആ സമയത്ത് നമുക്ക് ഒരുപാട് ടീച്ചേഴ്സിന് നമുക്ക് ലോഗിൻ പ്രശ്നം ഉണ്ടായിരുന്നു. അത് ആപ്ലിക്കേഷൻ കൃത്യമായി ഓപ്പൺ ചെയ്യാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു പെട്ടെന്ന് നമ്മളെ പ്രവർത്തനങ്ങൾ മുടങ്ങിപ്പോകാതിരിക്കാനാണ് ഇന്നലെ 24.3 തിരിച്ചു പോയത്. ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള ഓപ്പൺ ചെയ്യാനുള്ള ബുദ്ധിമുട്ടും മറ്റുള്ള പ്രവർത്തനങ്ങളിലെ തടസ്സങ്ങളെല്ലാം തന്നെ കൃത്യമായി നീക്കം ചെയ്തിട്ടാണ് പുതിയ വേർഷൻ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ധൈര്യമായിക്കൊണ്ട് നമ്മൾ ടീച്ചേഴ്സ് അതൊന്ന് അപ്ഡേറ്റ് ചെയ്തെടുക്കുക. ഇത്തരത്തിൽ പുതുതായിട്ട് അപ്ഡേറ്റ് ചെയ്ത വേർഷനിലൂടെ മാത്രമേ നമുക്ക് തുടർന്ന് അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്താൻ കഴിയുകയുള്ളൂ. അപ്പോൾ നമ്മൾ ടീച്ചേഴ്സ് പറഞ്ഞത് പ്രകാരം തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോർ വഴി നിങ്ങളുടെ ഫോണിനകത്തേക്ക് പുതിയൊരു അപ്ഡേഷൻ വരുത്തിയെടുക്കണം. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും മാറ്റങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. എന്നിരുന്നാലും ഇത് സപ്പോർട്ടീവ് സൂപ്പർവിഷൻ ആപ്പ് അടക്കം നമുക്ക് പോർഷൻ ട്രാക്കർ വഴി ലിങ്ക് ചെയ്തിട്ടുണ്ട് ലോഗിൻ ക്രെഡൻഷ്യലായിട്ട്. അപ്പോൾ ആ ആപ്ലിക്കേഷനകത്ത്, അതായത് സൂപ്പർവൈസറുടെ ആപ്ലിക്കേഷനകത്ത് 1-2 കാര്യങ്ങളിലെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നമ്മളെ അംഗൻവാടി വർക്കർ ലോഗിൻ വഴിയുള്ള പോർഷൻ ട്രാക്കറിൽ ഇത്തരത്തിലുള്ള ഒരു മാറ്റവും വന്നിട്ടില്ല. കൂടുതലായിട്ടും ലോഗിൻ ഇഷ്യൂസാണ് ഇന്നലെ വരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതെല്ലാം ക്ലിയർ ചെയ്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കി, പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. സുഗമമായിട്ട് നമുക്ക് എൻട്രികളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇന്ന് അംഗൻവാടി ക്ലോസ്ഡ് ആയിരിക്കുമല്ലോ, ഞായറാഴ്ച ആയതുകൊണ്ട്. അതുകൊണ്ട് ഓപ്പൺ ചെയ്യുക എന്നുള്ളൊരു സ്റ്റാറ്റസ് മാത്രം നമുക്ക് അവിടെ പറ്റാത്തതുള്ളൂ. അല്ലാത്ത കാര്യങ്ങളൊക്കെ 10 മണി വരെ നമുക്ക് ചെയ്ത് പൂർത്തിയാക്കാൻ കഴിയും. അതായത് നമുക്ക് ഗ്രോത്ത് മോണിറ്ററിംഗ് പെൻഡിങ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ഇന്ന് ചെയ്ത് തീർക്കാൻ പറ്റും. കാരണം അത് മാസാവസാനമാണല്ലോ. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ പെൻഡിങ് ആയി നിങ്ങൾ പോർഷൻ ട്രാക്കറിനകത്തേക്ക് രേഖപ്പെടുത്താതെ വെച്ചിട്ടുള്ള ഗ്രോത്ത് മോണിറ്ററിങ്ങും കാര്യങ്ങളും, അതുപോലെ തന്നെ CB പ്രത്യേകം ശ്രദ്ധിക്കുക. മറന്നു പോയവർ, വിട്ടു പോയവരുണ്ടെങ്കിൽ അതെല്ലാം മാർക്ക് ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യമാണ്. പരമാവധി CB നടത്തി അന്ന് തന്നെ ആയിരിക്കണം നിങ്ങൾ പോർഷൻ ട്രാക്കറിനകത്ത് രേഖപ്പെടുത്തേണ്ടത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ അപ്ഡേഷനിൽ നിങ്ങളെ ഒന്ന് ഉണർത്താനുള്ളത്. അപ്പോൾ ഇത് ഇന്ന് അപ്ഡേഷൻ ചെയ്തില്ലെങ്കിലും നിങ്ങൾ നാളെ അംഗൻവാടിയിൽ എത്തുമ്പോഴേക്കും ഇതെല്ലാം അപ്ഡേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഈ സമയങ്ങളിൽ നിങ്ങൾക്കത് ഈ മെസ്സേജ് എത്തുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ പോർഷൻ ട്രാക്കർ ഒന്ന് അപ്ഡേറ്റ് ചെയ്തെടുക്കുക. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ 24.7 വേർഷൻ. ഇത് പ്രകാരം നിങ്ങളൊന്ന് ലോഗൗട്ട് ലോഗിൻ ചെയ്യണം. അതായത് അപ്ഡേഷൻ പൂർത്തിയാക്കിയതിന് ശേഷം ലോഗൗട്ട് ലോഗിൻ ചെയ്തിട്ട് നമുക്ക് ഇത്തരത്തിൽ മോർ എന്നുള്ള ഈ ഓപ്ഷനിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ 24.7 വന്നു എന്നുള്ളതുകൂടെ നിങ്ങൾ ഉറപ്പാക്കുക. താങ്ക് യു.